ഞങ്ങളിപ്പോൾ ഉള്ളത് ബസിലിക്ക ഓഫ് ബോം ജീസസ് ഓൾഡ് ഗോവയിലാണ്. ഗോവയിൽ വരുന്ന എല്ലാവരും വന്ന് കാണുന്ന ഒരു ചർച്ചാണിത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ പഴയ പള്ളിയും ലെഫ്റ്റ് സൈഡിൽ പുതിയ പള്ളിയും കാണാം. ഞാനിപ്പോൾ ഉള്ളത് ബോം ജീസസ് ബസിലിക്ക എന്ന സ്ഥലത്താണ്. ഇത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയായ ഒരു ക്രൈസ്തവ ദേവാലയമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. പോർച്ചുഗീസ് ഭരണകാലത്തെ തലസ്ഥാന നഗരിയായ ഓൾഡ് ഗോവയിലാണ് ഈ ബസിലിക്ക ഉള്ളത്. ഓൾഡ് ഗോവ എന്ന് പറയുന്നത് പഞ്ചിമിൽ നിന്നും വളരെ അടുത്താണ്. ക്രിസ്ത്യാനികളും ഇതര മതത്തിൽപ്പെട്ടവരുമായി വർഷം തോറും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അത്ഭുതകരമായ നിരവധി ശക്തികൾ ഉണ്ടായിരുന്നു സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിനെന്ന് പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ 10 വർഷം കൂടുമ്പോഴും ഇത് പുറത്തെടുത്ത് പ്രദർശിപ്പിക്കാറുണ്ട്. ഏറ്റവും അവസാനം ഇത് പുറത്തെടുത്ത് പ്രദർശിപ്പിച്ചത് 2014 ഗോവയിൽ സന്ദർശനം നടത്തുന്ന എല്ലാ മലയാളികളും തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബോം ജീസസ് ബസിലിക്ക. പരമാവധി ഒരു 1-2 മണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണിത്. മഡ്ഗാവിൽ നിന്നും പനാജിയിൽ നിന്നും ധാരാളം ബസ്സുകൾ അല്ലെങ്കിൽ ക്യാബുകൾ ഇവിടെ ലഭിക്കും. പക്ഷേ ഗോവയിൽ വരുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ബൈക്ക് അല്ലെങ്കിൽ കാർ ഹയർ ചെയ്തായിരിക്കും ഗോവ ചുറ്റാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. बाबाचे आणि पुत्राचे आणि पवित्र आत्म्याचे नावे आमच्या नवजन्म झालेल्या या ख्रिस्ताची कृपा जगतमो. അപ്പോൾ ബോം ജീസസ് ബസിലിക്ക ചർച്ചിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ പോവുകയാണ്. വീണ്ടും തകർപ്പൻ യാത്രാ വീഡിയോസ് കാണാനായിട്ട് ടെക് ട്രാവലിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ സീ യു വിത്ത് നെക്സ്റ്റ് കിഡിലൻ വീഡിയോ. അപ്പോഴേക്കും ബൈ.